ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ആദ്യമായിട്ടല്ല പത്തനാപുരത്ത് വരുന്നത്. പത്തനാപുരത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ. ഞാൻ പത്തനാപുരത്ത് വന്നത് ഗണേഷ് കുമാർ എന്തായാലും ഓർക്കണം. കാരണം അദ്ദേഹം ആദ്യം ഇലക്ഷന് വന്ന സമയത്ത് ഏതാണ്ട് 4-5 വേദികളിൽ അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിക്കാൻ പറ്റും. ഞാൻ വന്നപ്പോൾ എന്റെ പുരസ്കാരം ഓർക്കും. ഞാൻ വന്ന വേദിയിൽ നട്ടുച്ചയ്ക്ക് റോഡ് സൈഡില് ഉമ്മൻചാണ്ടി സാറും വന്ന അതേ വേദിയിൽ വന്ന് വോട്ട് അഭ്യർത്ഥിച്ച് പോയിട്ടുണ്ട്. സത്യമാണ്, പരമാർത്ഥം. രണ്ടാമത്തെ തവണ നിൽക്കുമ്പോഴും ഞാൻ വന്ന് ഗണേശനുമായിട്ട് ഗണേശന്റെ ഓഫീസ് ഉൾക്കൊണ്ടിരുന്ന ഒരു വീട്ടിൽ നിന്ന് അത് ഏതാണ്ട് നട്ടുച്ച സമയത്താണ് ഒരു ഓപ്പൺ ജീപ്പിൽ കയറി നിന്ന് റോഡ് ഷോയ്ക്ക് പോയതും ഞാൻ നല്ലതുപോലെ ഓർക്കുന്നുണ്ട്. ഗണേശ് മറന്നതല്ല. ഈ എല്ലാ കാര്യവും തമാശ രൂപേണ പറയുന്നത് പോലെ ഇതും ഒരു തമാശ പോലെ എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് അത്ര പരിചയമില്ലാത്ത ഒരു പ്രതലത്തിൽ വന്ന് 100 വർഷം ഒരു അധ്വാനമാണ്, അധ്യയനത്തിന്റെ പേരിലുള്ള ഒരു അധ്വാനം. അത് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് കടന്നു വന്നവരാണോ, കടന്നു വന്നവർ സ്ഥാപിച്ചു പോയ ദിവ്യ അനുഭവങ്ങളാണോ വിദ്യാലയങ്ങളുടെ പേരിൽ, ആ ദിവ്യ അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഇപ്പോ ശ്രീ ബാലഗോപാൽ പറഞ്ഞതുപോലെ സമാധാനം, സ്നേഹം നിലനിൽക്കുന്നതിന് വേണ്ടി അധ്യയനം, വിദ്യാഭ്യാസം എന്ന അനിവാര്യത, അതിന്റെ മൂല്യം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് പ്രാർത്ഥനയോടെ ഓർത്ത് മുന്നോട്ട് നമുക്ക് പോകുന്ന വേളയിൽ 100 വർഷം തികഞ്ഞ ഒരു വിദ്യാലയത്തിന്റെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിട്ടുള്ള ഓണറബിൾ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീ C.P. Radhakrishnan ji, the Honorable Governor of Kerala, Shri Arlekar ji, Shri K.V. Ganesh Kumar, Honorable Minister of the Government of Kerala, Shri K.N. Balagopal, Minister of the Government of Kerala, Shri Kodikkunnil Suresh, His Holiness more and more Basilius Marthoma Matthews Tritiya, all the other priests, സന്യാസി വര്യന്മാർക്കും അമ്മമാർക്കും മാതാപിതാക്കൾക്ക്, അധ്യാപകർക്ക്, അനധ്യാപകർക്ക്, പോലീസ് സേനയ്ക്ക്, പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർക്ക്, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് എല്ലാവർക്കും എന്റെ ഒരുപാട് സ്നേഹം, നമസ്കാരം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ ഫ്രണ്ട് സ്പീച്ചിലേക്ക് കിടക്കാം. ഐ ഹോപ്പ് മൈ ഡിയർ വൈസ് പ്രസിഡന്റ് വിൽ സഡൻലി പെർമിറ്റ് മീ ടു. ഈ SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ കൊടുത്തു എന്ന് പറയുന്ന ഒരു സമ്മാനം എന്ന് പറയുന്നത് ബസ്സും എയറോപ്ലെയിനും ഒന്നുമല്ല. പെട്രോളും ഡീസലും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് ഗണേശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഞാൻ കൊടുക്കും, പിന്നെ ഞാൻ പത്തനാപുരം എടുക്കും എന്നും കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെ കൊടുത്തത് തൃശ്ശൂര് എനിക്ക് സ്നേഹം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇപ്പോഴും സ്നേഹം മാത്രമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും സ്നേഹം മാത്രം എനിക്ക് അവിടെ നിന്ന് കൊയ്തെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു അന്തരീക്ഷത്തിൽ എപ്പോ ചെന്നാലും തൃശ്ശൂരിന്റെ മുദ്രയെന്ന് പറയാവുന്ന ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ഒരു ചെമ്പല്ല കേട്ടോ, സ്വർണം പൂശിയതാണ്, 1 gram ഗോൾഡ് പ്ലേറ്റ് ഒരു കോലം എനിക്ക് അവിടെ ഉള്ളവർ സ്നേഹത്തോട് തൃശ്ശൂർ ഒരു വേദിയിൽ വെച്ച്, ഞാൻ ഓർക്കുന്നില്ല എവിടെയാണ് കിട്ടിയതൊരെണ്ണം, ഭയങ്കര തിളക്കമാർന്നതായിരുന്നത് കൊണ്ട് ഞാനത് ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നതാണ്.
ഇന്നലെ SB കോളേജിൽ എത്തുമ്പോൾ ആ സ്ഥാപനത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ച്, ഒരു വർഷം കൊണ്ട് ആഘോഷിച്ച് അതിന്റെ കൾമിനേഷൻ അത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന് ഓണറബിൾ വൈസ് പ്രസിഡന്റിനോട് ഞാൻ പറഞ്ഞു, ഈ വിദ്യാലയത്തിലാണ് കേരളത്തിന്റെയും മലയാളികളുടെയും എക്കാലത്തെയും കോരിത്തരിപ്പായ ശ്രീ പ്രേം നസീർ പഠിച്ചു വളർന്നത്. ഇവിടെ തന്നെയാണ് കുഞ്ചാക്കോ ബോബനും പഠിച്ചു വളർന്നത്. ഇവിടെ തന്നെയാണ് MG സോമനും പഠിച്ചു വളർന്നത്. ഇവിടെ തന്നെയാണ് ശ്രീ ഉമ്മൻചാണ്ടിയും, അതുപോലെ തന്നെ സ്വർഗീയനായ P. പരമേശ്വർജി. അങ്ങനെ ഭാരതത്തിനും കേരളത്തിനും മുതൽക്കൂട്ടായ ഒരുപാട് മഹാന്മാർ പഠിച്ചിറങ്ങി, മഹതികൾ പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിന് എന്റെ ഒരു സ്നേഹോപഹാരം എന്ന് പറഞ്ഞ ആ കോലം മാത്രമാണ് ഞാൻ സമ്മാനിച്ചത്. അത് ഞാൻ വാങ്ങിക്കൊടുത്തതുമല്ല, എനിക്ക് കിട്ടിയതുമാണ്. എനിക്ക് തോന്നുന്നു അത്രയും പറഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഇപ്പൊ 28 ലക്ഷത്തിന്റെ സമ്മാനമാണ് കൊടിക്കുന്നിൽ തന്നത്. പക്ഷെ അദ്ദേഹത്തിന് 1 കോടിക്കുള്ള സാധനങ്ങളും തരാൻ പറ്റും. എനിക്കിവിടെ ഒരു നയാ പൈസക്കുള്ള സാധനം തരാനും പറ്റില്ല, തൃശ്ശൂർ മാത്രമേ കൊടുക്കാനുള്ളൂ. അങ്ങനെയാണ് FP ഫണ്ടിന്റെ ഒരു സംവിധാനം. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ 38 ലക്ഷം രൂപയുടെ ഒരു ബസ് ഇവിടെ വെച്ച് ഞാൻ എഴുതി ഒപ്പിട്ടു. ഇത് ഞാൻ ചെയ്തിരിക്കും. പിന്നെ പത്തനാപുരത്ത് അങ്ങനെ ഒരു ബിംബമില്ല എന്ന് ഒരു കാലത്തും ഗണേശന്, ഞാൻ മന്ത്രി എന്നുള്ളത് വിട്ട് സംസാരിക്കുകയാണ്, ഗണേശന് ഒരിക്കലും പറയാനൊക്കത്തില്ല. ഇവിടെ ഇപ്പോഴും ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഞാൻ രാജ്യസഭ MP ആയിരിക്കുമ്പോൾ പത്തനാപുരത്ത് സ്ഥാപിച്ചത് ഇപ്പോഴും കൃത്യമായി എരിയുന്നുണ്ട്. എരിയുന്നില്ലെങ്കിൽ അത് ഇവിടുത്തുകാരുടെ കുഴപ്പമാണെന്ന് കൂടി ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ട്, ടുഡേ വി ആർ നോട്ട് ജസ്റ്റ് സെലിബ്രേറ്റിംഗ് ദി 100th anniversary of a school, we are celebrating a century-old commitment to the human spirit. Standing here, I can feel the weight of history and the light of hope that this institution has provided since 1926. St. Stephen's High School was born out of a vision by the Society of the Order of Sacred Transfiguration. For 100 years, the school has been a sanctuary where academic excellence meets moral values. It has been a reformative lighthouse for Pattanapuram, even if you still want to call it Kattu Pattanapuram. Just moments ago, we witnessed the unveiling of the centenary block by the Honorable Vice President of the country. This isn't just a new building. It is a testament to the thousands of lives that have been transfigured through knowledge on this very ground. As a representative of the Government of India, I am proud to see institutions like yours upholding the core values of our nation, namely service, integrity, and holistic development. The young minds here are the heartbeat of this centenary. The world is changing rapidly, but the foundation you receive at St. Stephen's, rooted in the heritage of Mount Tabor Diarra, will be your greatest strength. What India needs most are citizens who lead with empathy and character. Use the education you receive here to not only build your own lives, but to lift your communities. The sapling planted today by the Honorable Vice President is a reminder that you too must grow strong, provide shade and fruits for others. My deepest congratulations to the Mount Tabor family, the teachers who have been the architects of these 100 years, and the students who are its future. Thank you very much. Jai